നമസ്കാരം. തുമ്പി കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ഞണ്ട് തോരനാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അരപ്പുകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അരപ്പുകളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഒരു 2 കതപ്പ് കരിയാപ്പില, ഒരു നുള്ളു മുളക് പൊടി, പിന്നെ ഞാൻ ഇത്രയ്ക്കും ഇത്രയും വെളുത്തുള്ളി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. വെച്ചാൽ ഞണ്ടല്ലേ, അപ്പോൾ നമുക്ക് വെളുത്തുള്ളി നമ്മളിടുന്നതെന്ന് വെച്ചാൽ ഈ വായു ഇളവും. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും ഒരു 3 സവാള, കാന്താരിമുളക്, ഇഞ്ചി, ഇത് ഇത്രയും, പിന്നെ തേങ്ങാക്കൊത്ത്, ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാകം ചെയ്യുന്ന വിധം നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോഴും ഞാൻ എൻ്റെ ഒരു കയ്യിലാണ് ഈ മൊബൈൽ ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഞാൻ സ്റ്റവ് കത്തിച്ചു, പാനെടുപ്പ് വെച്ചു. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ, തോനെ വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ വിശ്വസിക്കുന്നു. നമ്മൾ അപ്പം പാൻ ചൂടായെന്ന് തോന്നുന്നു. ഞാൻ അല്പം കടുകിടാം. ഒരു നല്ല കടുക് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ കടുകിടുന്നതിന് വഴക്കാണ്, ഭയങ്കരമായിട്ട് കടുവായിരിക്കും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കടുകിട്ടു. അപ്പോഴേ കടുകിട്ട് പൊട്ടി വരുന്നതിന് ശേഷം, വറ്റൽമുളകൊന്നുമില്ല, ഞാനാണ്ട് ഈ അരപ്പ് അതിലോട്ടിട്ട്, കൂട്ടല്ല, നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു നുള്ള കരിയാപ്പില ഞാൻ അതിലിട്ടിട്ടുണ്ട്. എന്നാലും അതിരുന്ന കരിയാപ്പിലല്ലേ നല്ല ഞാൻ തേങ്ങാക്കൊത്തിട്ടു. തോരൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ഒരു സ്വാദാണ് നമുക്ക് അത് കഴിക്കാൻ. എന്താ ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ, നിങ്ങൾ ഒത്തിരി അങ്ങ് കരിഞ്ഞാൽ കൊള്ളത്തില്ല. ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരിമുളക്, ഇഞ്ചി, സവാള ഉള്ളിയും കുത്തി അരിഞ്ഞതാണ്. അപ്പം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഒരു കയ്യിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റുള്ള സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട്. മിക്സും കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഉള്ളി നമ്മളിട്ട് കൊടുത്തു. ഞാനിത് ഉള്ളി ഒന്ന് വാടാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം, പക്ഷെ അത് ഓർക്കാതെ ഞാൻ എൻ്റെ അരപ്പ് കൂട്ടിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഉപ്പ് വാരിയിട്ടാൽ പിന്നെ ഈ ഞണ്ടിനാണെങ്കിൽ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത്. അത് ഓൾറെഡി ഉപ്പ് ഇച്ചിരി ഉള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സവാള വരണ്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഈ പരുവം മതി. ഇതിലിട്ട് നമുക്ക് ഈ ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു നുള്ളു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, വലിയ കൂട്ടാണെങ്കിൽ ഒരു കൂട്ടം, അല്ലെങ്കിൽ 2 ചെറിയ കൂട്ടം വെളുത്തുള്ളി, പിന്നെ കരിയാപ്പില, ഇത്രയും കൂടെ ഉപ്പ് ഇട്ട് ഞെരടി വെച്ച സാധനമാണ് ഈ ഞാൻ തട്ടിയിടുന്ന ഇതിൻ്റെ ഈ അരപ്പൂട്ട് കേട്ടോ. അപ്പം അതൊന്ന്
ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇനി നമുക്ക് വെട്ടി വെച്ച ഞണ്ട് അല്പമേ ഉള്ളൂ, കുറച്ചേ ഉള്ളായിരുന്നു. നമുക്ക് ഈ എടുത്ത് വെച്ച ഈ കൂട്ടിനകത്തോട്ട് ഞണ്ട് നമുക്ക് പരിയിടാം. ഈ എടുത്ത് വെച്ച് ഇതിലോട്ട് നമുക്ക് അരപ്പ് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ട് വാരിയിടാം. അതെ, ഒരു കണവയുടെ ഒരു ഇതുണ്ടായിരുന്നു. ഞണ്ട് സാധനം കുറവാണ്, പക്ഷേ ഇതാണ് നമ്മൾ ഇടുന്നത്. അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൊബൈൽ കൈ വെച്ചുകൊണ്ട് പറ്റില്ല, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പിഞ്ചിന് വെള്ളം വയ്ക്കാം, കാരണം ഇതൊന്ന് വേവുണ്ടായോ. നമുക്ക് തീ നല്ലോണം കുറച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഒത്തിരി തീയിട്ട് ഇത് വേവിക്കരുത്, പെട്ടെന്ന് ഇതങ്ങ് വെള്ളം പറ്റിപ്പോവും. അതുപോലെയൊക്കെ നമ്മളൊന്ന് തീ കുറച്ചിട്ട് നമ്മൾ വേവിക്കുന്നതിനല്ല. അപ്പം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പം ഏകദേശം വെള്ളമൊക്കെ തോരൻ്റെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി. ഇവിടെ കുരുമുളക് പൊടി ഇതേ ഉള്ളൂ, അല്ലാത്ത കുരുമുളക് ഇല്ല, തീർന്നു. നമുക്ക് കുരുമുളകൊന്നും നമ്മളിങ്ങനെ വാങ്ങിക്കാൻ പൊടിയെ വാങ്ങിക്കുകയാണ്. ആ പൊടി എനിക്ക് അത്ര ഉറപ്പുള്ള പൊടിയല്ല. നിങ്ങളുടെ വീട്ടിൽ നല്ല പൊടി ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് കുറച്ച് മസാല ഇട്ടാൽ മതി കേട്ടോ. അപ്പം നമ്മളൊക്കെ ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ. ഇതേപോണക്ക് നല്ല ടേസ്റ്റിയായിട്ട് ഇപ്പോൾ തന്നെ നല്ല മസാലയുടെയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാത്തിൻ്റെ നല്ല മണവും നല്ല ഒരു ഞണ്ട് വെച്ചിട്ട് തോരൻ വെച്ച് നല്ലൊരു ഇതാണ്. നമ്മൾ കറി വെച്ച് ഇന്നലെയാണെങ്കിൽ പച്ചത്തേങ്ങ അരച്ച് ഞങ്ങൾ കറി വെച്ചു. അപ്പം അതിൻ്റെ വീഡിയോ തന്നെ എപ്പോഴും ഇട്ടാൽ തന്നെ ആൾക്കാർ ചോദിക്കത്തില്ല ഇവർക്ക് വേറൊരു ജോലിയില്ലെന്ന്. അപ്പം ഞണ്ടൊക്കെ കിട്ടുന്ന സമയമില്ലേ, എന്താ നല്ല എല്ലാം പാകത്തിന് എരിയും കാന്താരിമുളകും ഉണ്ടെങ്കിൽ നല്ലതാണ് ചതച്ചിടാൻ. കാന്താരിമുളകും ഇല്ലാത്തൊരു അല്ലാത്ത പച്ചമുളകായാലും മതി. എന്താ നല്ല മണവും നല്ല ഒരു മണവും പാകത്തിനുള്ള ഉപ്പും എല്ലാം കറക്റ്റാണ്. ഒരുപാട് ഉപ്പ് വാരി ഞണ്ടിന് ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ചുപ്പ് മതി. അപ്പം ഏകദേശം എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടോ, ഏകദേശം എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളെല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം കേട്ടോ. അധിക സാധനങ്ങളൊന്നും വേണ്ട, നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ തരണം. കമൻറ്റ് വേണ്ട, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം. നമുക്കങ്ങനെ ഇപ്പം ഞാൻ ലൈക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇപ്പോൾ 22-30 ലൈക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതുപോലെ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ പറ്റൂ കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ ഞണ്ട് തോരൻ സമർപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ.